കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇനി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതായ വിഷയം എന്ന് പറയുന്നത് സ്റ്റാൻഡ് വിത്ത് സമ്മൺ ഇൻ പെയിൻ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സഹാനുഭൂതി, മറ്റുള്ളവരുടെ വേദനയിൽ കൂടെ നിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വചനങ്ങൾ നമ്മെ വലിയ സത്യത്തിലേക്ക് നയിക്കുന്നു. 2 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ദൈവം ആശ്വാസത്തിൻ്റെ ഉറവിടമാണ്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും പരീക്ഷണങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമ്മളുടെ മുൻപോട്ടുള്ളതായ ജീവിതയാത്രയിൽ പലപ്പോഴും പ്രതികൂലങ്ങളും തടസ്സങ്ങളും ഒക്കെ നേരിടുമ്പോൾ അവൻ്റെ കരം നമ്മെ നയിക്കുന്നു, അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ആശ്വാസം പ്രാപിക്കുന്നത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ആയിരിക്കാം. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും ആശ്വാസത്തിനും ഏറെ സ്ഥാനമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതയാത്രയിൽ വരുന്നതായ എല്ലാ തടസ്സങ്ങളെയും മാറ്റി നമ്മെ നയിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമ്മുടെ കഷ്ടതകളിൽ ദൈവം നമ്മുടെ അടുത്തുണ്ട്. നാം കരയുമ്പോൾ അവൻ കേൾക്കുന്നു. നമ്മുടെ ഹൃദയം തകരുമ്പോൾ അവൻ നമ്മെ ശാന്തമാക്കുന്നു. ഒരുപക്ഷെങ്കിൽ മനുഷ്യർ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ കാണാതെ പോകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ വേദനകളെയും നമ്മുടെ ഭാരങ്ങളെയും അറിയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകുന്നു. നാം അനുഭവിക്കുന്നതായ ഈ ആശ്വാസം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം നാം മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരണം എന്നുള്ളതാണ്. നാം അനുഭവിക്കുന്ന ദുഃഖങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനും നമ്മെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായി മാറുമ്പോൾ ആകുന്നു അവരെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് ഉണ്ടാകുമ്പോൾ നാം അനുഭവിക്കുന്നതായ വേദന അവരുടെ വേദനയായിട്ട് നാം കണക്കാക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ ആശ്വാസം സ്വീകരിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് ആശ്വാസമായി മാറണം എന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ആശ്വാസത്തിൻ്റെ ഒരു ഉപകരണമായി മാറണം. ഉപകരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വായ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ മറ്റുള്ളതായ പ്രശ്നങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കുവാനും അവർക്ക് ആശ്വാസം പകരുവാനും കഴിയുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം അന്വർത്ഥമായി തീരും എന്നുള്ള കാര്യത്തിൽ 2 പക്ഷമില്ല. നമ്മുടെ കരങ്ങൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ അവരുടെ ഇല്ലായ്മകളിൽ അവരുടെ വേദനാജനകമായ അനുഭവങ്ങളൊക്കെ നാം കാണുമ്പോൾ അവരെ തോളോട് ചേർത്ത് പിടിച്ച് ദൈവം നിന്നെ ആശ്വസിപ്പിക്കും എന്ന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടേതായ ക്രിസ്തീയ ജീവിതം
ധന്യമായി തീർന്നു എന്നുള്ളതായ യാഥാർത്ഥ്യം നാം തിരിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും അതിനുവേണ്ടി മാത്രമാകുന്നു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ പീഡനങ്ങളും യാതനകളും ഒന്നും തനിക്ക് വേണ്ടിയായിരുന്നില്ല. അതൊക്കെ നമ്മെ ഓരോരുത്തരെയും നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനും ഈ ഭൂമുഖത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ദൈവികമായ സന്തോഷവും സമാധാനവും ആശ്വാസവും പ്രാപിക്കേണ്ടതിന് തന്നെയാണ്. ഈ കാലയളവിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊരു വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുകയാകുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വേദപുസ്തകത്തിൻ്റെ കേന്ദ്രവാക്യമായിട്ടാണ് അതിനെ നാം കണക്കാക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനും അവൻ്റെ മോചനത്തിനും അവൻ്റെ നിത്യജീവൻ്റെ അനുഭവത്തിനു വേണ്ടിയാകുന്നു. മറ്റുള്ളവരെ കൂടെ ഈ ആശ്വാസത്തിലേക്കും ഈ സന്തോഷത്തിലേക്കും ഈ സമാധാനത്തിലേക്കും ഈ നിത്യജീവനിലേക്കും പ്രവേശിപ്പിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ അതാകുന്നു നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും മെച്ചപ്പെട്ടതായ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആയതുകൊണ്ട് നാം അനുഭവിക്കുന്നതായ ഈ എല്ലാ ദൈവ കൃപകൾക്കും മറ്റുള്ളവരും പാത്രീഭൂതരാണ് എന്നുള്ളതായ ചിന്ത നമ്മെ ഭരിക്കട്ടെ. ദൈവം നമ്മെ അതിനു വേണ്ടി സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരും വളരെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.